മധുരയിലെ വീണ്ടും പാർട്ടി സമ്മേളന ആവേശത്തിലേക്കും പാർട്ടി കോൺഗ്രസ് ആവേശത്തിലേക്കും ഒപ്പം തന്നെ വാർത്തയിലേക്കും വളരെ ഗൗരവകരമായ ചർച്ചകൾ, അതിൻ്റെ വാർത്തകളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ പ്രവർത്തകരുടെ ആവേശത്തെക്കുറിച്ചുള്ള വാർത്തകൾ. നമ്മുടെ ശരത്ചന്ദ്രനാണെങ്കിൽ വാർത്ത പറയാനുള്ള സമയമില്ല, എല്ലാവരുമായി സെൽഫി എടുക്കുന്ന ഒരു തിരക്കിലാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ വാർത്താ സംഘത്തിലേക്ക് മനു കൂടി ചേർന്നിട്ടുണ്ട്. മനു ഏതായാലും കൈരളിയോടുള്ള സ്നേഹമാണ്. അവര് നമ്മളെ നിരന്തരം കാണുന്നത് കൊണ്ട് ഇവിടെ ഈ നാടിന്റെ എല്ലാ ഭാഗത്തുനിന്നെത്തി മനുഷ്യര് നമ്മളോടൊപ്പം ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. നമ്മളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് കൈരളിയോടുള്ള സ്നേഹം കൂടിയാണ്. ആ രീതിയിൽ കൂടി നമ്മൾ അതിനെ കാണേണ്ടി വരും. അപ്പോൾ നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യരാണ് കേരളത്തിൽ നിന്ന് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് സമ്മേളന നഗരിയിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. സന്തോഷം, ഞാൻ ഇന്ന് വന്ന ട്രെയിനിൽ ഒരു കാഴ്ചയുണ്ടായിരുന്നു. വേണമെങ്കിൽ ഒരു പാർട്ടി സമ്മേളനം ആ ട്രെയിനിൽ നടത്താൻ പറ്റുമായിരുന്നു. കാരണം അത്രയധികം മലയാളികൾ ഇതാ പന്തളത്തു നിന്നാണ് ആ ചേട്ടൻ വരുന്നത്. അതുപോലെ എത്രയോ ഇടങ്ങളിൽ നിന്നാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലമുണ്ടാകില്ല എന്ന് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ ആളുകൾ മുറികൾ അന്വേഷിച്ചുമൊക്കെ ഇങ്ങനെ പലയിടങ്ങളിലൂടെ നടക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അതായത് പാർട്ടി കോൺഗ്രസിന്റെ ഈ നാളത്തെ അവസാന ദിവസത്തിലേക്ക് വരുമ്പോൾ ആവേശം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പാർട്ടിയുടെ സംഘടനാപരമായ കരുത്ത്, അതായത് പാർട്ടി സമ്മേളനം എവിടെ നടക്കുന്നുവോ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഈ മനുഷ്യരാണ് പാർട്ടിയുടെ യഥാർത്ഥ കരുത്തെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറയുന്ന ഏറ്റവും നല്ലൊരു കാഴ്ചയാണ് ഇന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് എല്ലാ വഴികളും റോമിലേക്ക് എന്ന് പറയുന്ന പോലെ എല്ലാ വഴികളും മധുരയിലേക്കാണ്. എല്ലാവരും മധുരയിലേക്ക് കടന്നു വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നാളത്തെ ആ പൊതുസമ്മേളനവും ഒപ്പം തന്നെ ബഹുജന റാലിയും ഒക്കെ ചേരുമ്പോഴേക്കും നേരത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞതുപോലെ തൂങ്കാ നഗരമായ മധുര അക്ഷരാർത്ഥത്തിൽ ഒരു ചുവപ്പ് നഗരമായി മാറിയിരിക്കുകയാണ്. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഏതായാലും സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല. സന്തോഷം, അത് കൂടുതൽ വിശദീകരിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞത്, രാജേന്ദ്രൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം അതുതന്നെയാണ്. സമ്മേളനത്തിന്റെ ആവേശത്തോടൊപ്പം തന്നെ പറഞ്ഞു പോകേണ്ട കാര്യം തന്നെയാണ് ഈ പാർട്ടി കോൺഗ്രസിൽ എടുക്കുന്ന തീരുമാനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ അന്തർദേശീയ സാഹചര്യങ്ങൾ, മനുഷ്യരുടെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ പരിശോധിച്ചും പരിഗണിച്ചും കൊണ്ടുള്ള 15ഓളം പ്രമേയങ്ങളും ഇന്ന് പാർട്ടി കോൺഗ്രസിൽ വെച്ച് പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് വഖഫ് ബില്ല് പിൻവലിക്കണം എന്നുള്ള പ്രമേയം തന്നെയാണ്. നേരത്തെ പാർലമെന്റിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഇടതുപക്ഷത്തിന്റെ എംപിമാർ ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ പാർട്ടി കോൺഗ്രസിലും പ്രമേയത്തിലൂടെ ഈ വഖഫ് ബിൽ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ക്യൂബയ്ക്കുള്ള ഐക്യദാർഢ്യം ഇന്ന് ഈ പാർട്ടി കോൺഗ്രസിൽ വെച്ച് പ്രഖ്യാപിക്കപ്പെട്ടത്. തീർച്ചയായും ഇന്നലെ പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ക്യൂബ എന്ന് പറയുന്നത് ഒരുപക്ഷെ അമേരിക്കയുടെ എല്ലാ തരത്തിലുള്ള ഉപരോധങ്ങളിലും വളരെയധികം സാമ്പത്തികമായി ഞെരുക്കുന്ന സാഹചര്യം എല്ലാം തന്നെയാണ് നിലവിലുള്ളത്. എങ്കിൽ കൂടിയും ക്യൂബ അവിടെ ഒറ്റക്ക് നിലയുറപ്പിച്ചുകൊണ്ട് ഈ അമേരിക്കയുടെ ഉൾപ്പെടെ അധിനിവേശത്തെയും അവരുടെ എല്ലാം ഉപരോധത്തെയും അതിജീവിച്ചുകൊണ്ട് ആ രാജ്യം മുന്നോട്ട് പോവുകയാണ്. ആ ക്യൂബയ്ക്കുള്ള പിന്തുണ കൂടി, ഐക്യദാർഢ്യം കൂടി പാർട്ടി കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ഒപ്പം വന്ന ഇവരോട് കൂടി സംസാരിക്കേണ്ട, ഇവരുടെ ശബ്ദം കൂടി നമുക്ക് നമ്മുടെ വാർത്തയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാം. എവിടെ നിന്നാണ് ചേട്ടാ? ഞാൻ പന്തളത്തു നിന്നാണ് വരുന്നത്. പന്തളം മുടിയൂർക്കോണം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് എത്തിയിരുന്നു. ഒരുപാട് ആൾക്കാരുടെ സംഘമാണ് സംഘമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. പന്തളം മുടിയൂർക്കോണം പ്രദേശത്തുനിന്ന് അവിടെയുള്ള കംപ്ലീറ്റ് നമ്മുടെ പാർട്ടി സഖാക്കളെല്ലാം ഇന്നലെയും ഇന്നും അതിന് തലേ ദിവസമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പാർട്ടി ഗ്രാമമാണ്. കോട്ടയം. എങ്ങനെയുണ്ട് മധുരയിൽ വന്നിട്ട്? മധുരയിൽ വന്നിട്ട് അടിപൊളിയാണ്. കാരണം വെച്ചാൽ ഇതുപോലെ ഒരു സമ്മേളനം മധുര ആദ്യമായിട്ടാണ്. വാസവൻ ചേട്ടനൊരു കട്ടുണ്ട് ഇല്ലേ ചേട്ടാ? വാസവൻ ചേട്ടൻ ഞാൻ മുമ്പ് വിചാരിച്ചേ വാസവൻ ചേട്ടൻ ഇങ്ങോട്ട് ഇറങ്ങി. മാഞ്ഞൂരാണ്, കോട്ടയം ജില്ല മാഞ്ഞൂർ കടുത്തുരുത്തി ഏരിയയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പേരെന്തായിരുന്നു? പേര് സജീവ്. അപ്പോൾ വാസവൻ ചേട്ടനെ കാണാൻ പറഞ്ഞേക്ക് ഇങ്ങനെ അപരൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. കാണാറുണ്ട്. അറിയാല്ലേ? ചേട്ടൻ കോട്ടയം നിന്നാണോ? കോട്ടയം. ഞങ്ങൾ നാട്ടുകാരായിട്ടോ, എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയിരിക്കും. കടുത്തുരുത്തി വന്നിരിക്കുന്നത്. എവിടുന്നാ ചേട്ടാ? എറണാകുളം അമ്പലൂര്. കാസർഗോഡ്. വണ്ടി പിടിച്ചു പോകുന്നു? അല്ലല്ല, ട്രെയിൻ കയറി വന്നു. ഫ്രീ ആയിട്ട് 3 ദിവസം കൂടെ ചെലവഴിക്കണം എന്ന് പറഞ്ഞു. ആണല്ലേ? അപ്പോൾ ഇങ്ങനെ നാളെ തിരിക്കും. എല്ലാ പാർട്ടി കോൺഗ്രസിനും പോകുന്നതാണ്. ആണല്ലേ? എല്ലാ പാർട്ടിക്കും. അപ്പോൾ അങ്ങനെ ഒരു എവിടെ ചേട്ടാ? കാസർഗോഡ്. നിങ്ങൾ എല്ലാവരും കാസർഗോഡ്. അപ്പോൾ ഇതാണ്, അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകളുടെ വലിയ കൂട്ടമാണ് ഇങ്ങോട്ടേക്ക്. നമുക്കിതാ എല്ലാ ഇടങ്ങളിലും ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ചേട്ടാ, ചുവന്ന മുണ്ടൊക്കെ നാട്ടുകാർ കാണട്ടെ. ഇതാ ചുവന്ന മുണ്ടൊക്കെ എടുത്ത് ചുവന്ന് തൊടുത്ത് നിൽക്കുകയാണ്. ആകപ്പാടെ ചുവപ്പാണല്ലോ. എന്താ സംശയം? ഉള്ളിലും പുറത്തും പ്രശ്നമുണ്ട്. ചുവപ്പ് മുണ്ട് കണ്ടാലേ മനു ചിലപ്പോ ഊരിയെടുക്കും. മനു വാങ്ങിക്കാൻ വന്നാ ഞങ്ങൾ മുണ്ടൂരുന്ന. അപ്പൊ പ്രശ്നമില്ല.
എല്ലാവരും ഊരില്ല, എല്ലാവരും അവിടെ നിന്നാണ്. അത് പറഞ്ഞപ്പോഴേ പുള്ളിക്കാരൻ മുണ്ടല്ലൊരു പിടുത്തം. എല്ലാവരും പന്തളം ഞാൻ പറഞ്ഞതായിരുന്നു. ഞാനിപ്പോ ബൈറ്റ് തന്നതാണ്. അവിടെ മുണ്ടൂരാണ് എല്ലാവരും. അപ്പൊ മുണ്ടൂരത്തൊരു വലിയ ടീമാണ് വന്നിരിക്കുന്നത്. ഏരിയ കമ്മിറ്റി അത്ര പഞ്ചായത്ത് അപ്പൊ ഒരു പഞ്ചായത്ത് മുഴുവൻ ഇങ്ങനെ പോന്നേക്കുക. പഞ്ചായത്ത് പിന്നെ ഇനി ആരുണ്ടെന്ന് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പഞ്ചായത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടോ? എല്ലാവരും ഇങ്ങനെ പോന്നേക്കുക. എല്ലാ ഏർപ്പാടും ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ നിന്ന് ആമ്പല്ലൂർ പഞ്ചായത്തിൽ നിന്നും എല്ലാവരും തന്നെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. നമ്മുടെ കാഞ്ഞിരപ്പറ്റ ആമ്പല്ലൂര് കാഞ്ഞിരപ്പറ്റ ആമ്പല്ലൂർ എല്ലാവരും പോന്നേക്കുക. പഞ്ചായത്തിന് അവധി കൊടുത്താ? അവധി കൊടുക്കണമല്ലോ. ഇത്രയും വലിയ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ അവധി കൊടുത്ത് തന്നെ വരും. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ആവേശം. ഇങ്ങനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഭാരവാഹികളും ഒപ്പം തന്നെ പാർട്ടിക്കാർ എല്ലാവരും ഇങ്ങോട്ടേക്ക് പോന്നിരിക്കുകയാണ്. വലിയ സംഘങ്ങളായിട്ട് വണ്ടിയൊക്കെ എടുത്ത് മനുഷ്യരാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോവാം. വായിങ്ങോട്ട്. അപ്പോൾ ഇങ്ങനെ ഇതിനിടയിൽ ചേട്ടാ എവിടുന്നാ? ആലപ്പുഴ. നിങ്ങൾ ശരത്തേട്ടാ, നിങ്ങൾ നാട്ടുകാരനാട്ടോ? ആലപ്പുഴ എവിടുന്നാ? മനു നാട്ടുകാരെ തെരഞ്ഞു പിടിക്കുന്നതാണ്. എവിടുന്നാണ്? ആറ്റിങ്ങൽ. അപ്പൊ ഇതാണ് എല്ലാ ഇടങ്ങളിൽ നിന്നും. ചേട്ടാ തൃശ്ശൂര് എപ്പത്തി? ഇന്നലെ വന്നു. ഇനി എല്ലാം കഴിഞ്ഞ നാളെ പോകുള്ളൂ. തൃശ്ശൂര് ആറ്റിങ്ങൽ ഒരുപാട് വഴി കൂടെ ആളുകൾ വന്നു. എല്ലായിടത്തും ആളുകൾ വന്നിട്ടിരിക്കും. അപ്പോ ഇനി ആരെങ്കിലും ഉണ്ടോ? കണ്ണൂരിന്ന് കായംകുളം. ഇങ്ങനെ എവിടുന്നാ? എടപ്പാള്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഇതാ ഇനിയും ഇവിടെ നമ്മുടെ ചേച്ചിമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാരും എവിടുന്നൊക്കെയാണ് നിങ്ങളൊക്കെ? അതെന്തൊരു നാണം. മലപ്പുറത്തുനിന്നാ? പേര്? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരം ആസ്മ. ഇന്നെത്തിയതുള്ളൂ? ഇന്നലെ വന്നു അല്ലേ? നമ്മ എവിടുന്നാ? മധുരൈ. തമിഴ്നാട്. അപ്പൊ വലിയ ആവേശമാണ്. ഇവിടെ എല്ലാം ആള് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അതെ. ഇങ്ങോട്ട് ചലിക്കാത്തടത്ത് നമ്മൾ അല്പം സ്ഥലമൊക്കെ ഉണ്ട്. ഞങ്ങളൊരു വഴി വെട്ടിയെടുത്താണ് ഇത്ര നേരം ഒപ്പിച്ചെടുത്ത സ്ഥലമാണ്. കാരണം ഈ പാർട്ടി കോൺഗ്രസിന്റെ ഏറ്റവും ആവേശകരമായ ഒരു അവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളൊരു പരിശ്രമമാണ് നമ്മൾ നടത്തിയത്. അതാണ് മനു ഇവരോടൊക്കെ സംസാരിച്ചത്. മുദ്രാവാക്യം വിളികളൊക്കെ ആവേശമായി ഒക്കെ ആയിട്ട് വളരെ ആവേശകരമായി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോ അകത്ത് പൊതുചർച്ച തുടരുകയാണ്. അതാണ് ഇപ്പോൾ സംഘടനാപരമായ നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മഴ ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി പോകാമായിരുന്നു. പക്ഷേ മഴ ഭയങ്കര പ്രശ്നം, വലിയ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുന്നത്.